കാണും വേഗം ഞാൻ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനെമ്പസ്വരം. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനെമ്പസ്വരം. ചാരിടും ഞാൻ മാർവതിൽ, മുത്തിടും ആ പൊന്മുഖത്തെ. ചാരിടും ഞാൻ മാർവതിൽ, മുത്തിടും ആ പൊന്മുഖത്തെ. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. ആമേൻ. ഹല്ലേലൂയ. ദൈവമേ, അനേകരും ഹല്ലേലൂയ പ്രഭാതം കാണാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് അവിടെ നൽകിയ ഈ മഹാഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിൽ ജീവനോടിരുന്ന് ആമേൻ കർത്താവെ അങ്ങേ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആമേൻ. ഇന്ന് പകൽ ഹല്ലേലൂയ അനേക വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധാനത്തിൽ എഴുതിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ആമേൻ കർത്താവെ. ഹല്ലേലൂയ അങ്ങനെ ഇത് പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ കർത്താവെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിൽ ഞങ്ങളെ കർത്താവെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പസമയം അവിടുത്തെ പാദപീഠത്തിലായിരുന്നുകൊണ്ട് കർത്താവെ അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാനും ആമേനെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അല്ല ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗ്രൂപ്പിൽ ആമേൻ കർത്താവ് ജോയിൻ ചെയ്തിരിക്കുന്ന മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആമൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ കർത്താവെ ആമൻ ജോയിൻ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്ന അവിടുത്തെ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന ഏൽപ്പിക്കാൻ സ്തുതിക്കുന്ന യേശുനാമത്തിന്റെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്നുള്ള അല്പസമയം നമുക്ക് ആമേൻ പ്രൈസ് ആൻഡ് വർഷിപ്പിനായിട്ട് താല്പര്യപ്പെടുന്നു ഇവാഞ്ചലിസ്റ്റ് മാത്യു വർഗീസ്, അവർ ഗുജറാത്ത്. പ്ലീസ് ടേക്ക് ടൈം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതകാലത്ത് ദൈവസനിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്കിടയാക്കിയതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സംഭവലമായ ഓരോ ദിവസങ്ങളിലും കർത്താവ് നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ദൈവമാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രഭാതകാലത്ത് നമ്മളെ കൂട്ടിവരുത്തിയ ദൈവത്തിന് ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഇത്ര ആനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം, കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും നപ്പോഴും, പാടുമൻ ജീവിത കാലമല്ല നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമൻ ജീവിത കാലമല്ല നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. മാറാത്തവൻ വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ. മാറാത്തവൻ വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ. മാറുകില്ല വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. ഏകനായി മറുയാത്രയതിൽ ദാഹമറ്റു അലഞ്ഞിടുമ്പോ, ഏകനായി
മറുയാത്രയതിൽ ദാഹമറ്റു വലഞ്ഞിടുമ്പോ ജീവന്റെ നീർത്തരുമാക്ഷണത്തിൽ തൃപ്തനാക്കി നടത്തിടുക. ജീവന്റെ നീർത്തരുമാക്ഷണത്തിൽ തൃപ്തനാക്കി നടത്തിടുക. ഇത്ര ആനന്ദമേ ജീവിതം, ഭേദിതെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുന്നപ്പോഴും പാടുമൻ ജീവിത കാലമെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമൻ ജീവിത കാലമെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വച്ചോ. എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വച്ചോ. സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. ഇത്ര ആനന്ദമേ ജീവിതം, ഭീതിതെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുന്നപ്പോഴും പാടുമൻ ജീവിത കാലമെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ. മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ. മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും കൈവിടില്ല. നമുക്കൊരു പാട്ടൂടെ പാടാം. ഒരു ഹിന്ദി പാട്ട് പാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. राहों में काटे अगर हो रुकना नहीं चल के जाना. यीशु तेरे साथ है ये तू विश्वास करना. संसार के अंत तक वो तेरे साथ है. राहों में काटे अगर हो रुकना नहीं चल के जाना. दुख से भरी है जिंदगी मुसीबत पर रास्ता है. दुख से भरी है जिंदगी मुसीबत पर रास्ते हैं. दुख दूर हो जाएगा तेरे घर तो यीशु के साथ है. राहों में काटे अगर हो रुकना नहीं चलते जाना. यीशु तेरे साथ है ये तू विश्वास करना.
संसार के अंत तक वो तेरे साथ है। गर मौत का डर सताए तुझे सूली पर गौर कर, गर मौत का डर सताए तुझे सूली पर गौर कर। यीशु ने मौत को जीत लिया है, उस पर तू विश्वास कर। राहों में काटे अगर हो, रुकना नहीं, चल के जाना। यीशु तेरे साथ है, ये तो विश्वास करना। संसार के अंत तक वो तेरे साथ है। राहों में काटे अगर हो, रुकना नहीं, चल के जाना. പ്രൈസ് ദി ലോർഡ്. ഇത്ര സമയം പാട്ടുകൾ പാടാൻ ദൈവം അനുവദിച്ച എല്ലാ ദേവദാസനും പാസ്റ്റർ ബെൻസൺ ദാനിയേൽ എൻ്റെ ആശീർവാദം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. താങ്ക് യു. Praise the Lord. Hallelujah. Thank you, Evangelist Matthew Varghese. മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആമേൻ ഹല്ലേലൂയ അനുഭവിച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആമേൻ ഹല്ലേലൂയ വേർതിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്നുള്ള ആമേൻ സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ്. അത് ലീഡ് ചെയ്യേണ്ടതിനായിട്ട് ഇന്റർസെസറി പ്രയർ ലീഡ് ചെയ്യേണ്ടതിനായിട്ട് കർത്താവിന്റെ ദാസൻ ടൈറ്റസ് ഫിലിപ്പ് ഗുജറാത്തിലെ ദൈവത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ടൈറ്റസ് ഫിലിപ്പിനെ ക്ഷണിച്ചോളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്ത് വേർതിരിക്കാം. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ഒക്കെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്ത് വേർതിരിക്കുകയാണ്. എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. കർത്താവിന്റെ വചന ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഇന്ന് രാവിലെ സമയം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ നമുക്കൊരു പ്രാവശ്യം കൂടെ അടുത്തു വരാം. ആമേൻ. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും എന്ന വചനം പോലെ ഇന്ന് രാവിലെ സമയം നമുക്ക് പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഞാൻ പറയുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ആമേൻ ഓരോരുത്തരായ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ രാജ്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മൾ അധിവസിക്കുന്ന ഈ ഭാരതത്തിനു വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ രാജ്യത്തെ നയിക്കുന്ന എല്ലാ അധികാരികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തെ എല്ലാവിധമായ പുരോഗതിയിലും നന്മയിലും നയിക്കുവാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും കർത്താവ് നമ്മുടെ ഭരണാധികാരികൾ കൊടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആമേൻ. ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളാണെങ്കിൽ തന്നെയും അവരെല്ലാവരും ദൈവത്തെ ഭയപ്പെടുവാൻ, ആമേൻ, ദൈവഭയത്തിൽ ഈ രാജ്യത്തെ നയിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. എല്ലാ സംസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. എല്ലാ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ആമേൻ. ഓരോ സർക്കാരുകളെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ, ദൈവം നിയന്ത്രിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവികമായ നന്മ നമ്മുടെ രാജ്യത്തിൽ വസിക്കേണ്ടതിന് വേണ്ടി, ദൈവഭയം ജനങ്ങളിൽ വസിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള ദൂതുകൾ പോലെ ഈ ദിവസങ്ങളിൽ ആമേൻ ഭാരതത്തിൽ ഒരു വലിയ ആത്മീക ഉണർവ് സംഭവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആർക്കും ആമേൻ പിടിച്ചൊതുക്കുവാൻ കഴിയാത്ത വിധമുള്ള
ശക്തമായ ഒരു ഉണർവ്, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പരിവർത്തനം നമ്മുടെ രാജ്യത്തിൽ സംഭവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രഭാതത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്തോത്രം. ആമേൻ. വിദ്യാഭ്യാസപരമായി, സാംസ്കാരികപരമായി, സാമ്പത്തികമായി എല്ലാ വിധത്തിലും നമ്മുടെ രാജ്യം ആമേൻ ഉയർച്ച പ്രാപിക്കേണ്ടതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന അധികാരികൾക്ക് വേണ്ടി, എല്ലാ ആമേൻ സേനാ വിഭാഗങ്ങൾക്ക് വേണ്ടി, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കു വേണ്ടി, എല്ലാ ജനങ്ങൾക്കു വേണ്ടി, എല്ലാ സംസ്ഥാനങ്ങൾക്കായി, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്കാരത്തിലായിരിക്കുന്ന എല്ലാ ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി ആമേൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വലിയ ഉണർവിനായി പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം എല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തെ വഹിച്ചുകൊണ്ട് ഒരാൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ കൂടാതെ സ്നേഹിതമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളാ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒന്ന് കൂടുവാന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒരു അവസരം കൊടുത്തന്നല്ലോ ദൈവമേ, നന്ദി പറയുന്നു. പ്രാർത്ഥന ധ്വനി പ്രയർ ഗ്രൂപ്പിനെ ഓർത്ത് സ്തോത്രം ചെയ്യാണ്. കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണം, ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇപ്പോൾ കർത്താവെ ദേവദാസൻ പറഞ്ഞതായ കർത്താവെ പ്രാർത്ഥനാ വിഷയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം അങ്ങ് അറിയുന്നുവല്ലോ എല്ലാം. കർത്താവെ ദൈവമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ നിന്ന് അറിയുന്ന ദൈവം, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാന്ന് കർത്താവെ. പലവിധമായ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവമേ അങ്ങ് അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാകുന്നുവല്ലോ കർത്താവെ. ദൈവമേ ഞങ്ങളുടെ എല്ലാ അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ അധികാരം കർത്താവെ രാജ്യത്തിന്റെ പുരോഗമനത്തിന് അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ അധികാരം ഉപയോഗിച്ച് യാതൊരുമായ ദോഷവും കർത്താവെ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാകുവാൻ ഇടയാകരുതേന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ സംസ്ഥാനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഓർക്കുന്ന കർത്താവെ. എല്ലാ അനുഗ്രഹമാക്കി തീർക്കണമേ. ഓരോ സംസ്ഥാനത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിവാക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി എല്ലാ അനുഗ്രഹങ്ങളും ദൈവമേ ഞങ്ങളുടെ രാജ്യത്തിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആത്മീയമായി ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ ദൈവമേ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ ഓർക്കുന്ന കർത്താവെ. എന്റെ ദൈവം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ ഞങ്ങളുടെ രാജ്യം ഏറ്റവും അനുഗ്രഹമായി തീരുമാനം സമാധാനമുള്ള രാജ്യമാക്കി ഞങ്ങൾ എല്ലാവരെയും തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ വലിയ കൃപയും സമാധാനവും കൊണ്ട് ദൈവം ഞങ്ങളുടെ അധികാരികളെല്ലാം അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളെല്ലാം അറിയണമേ കർത്താവെ. എല്ലാ ദൈവമക്കൾക്കും ഈ ഒരു അനുഗ്രഹമായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പ്രാർത്ഥന വിഷയത്തിനായി സ്തോത്രം ചെയ്തു കർത്താവെ. ഇതിനെല്ലാം ദൈവം മറുപടി തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. നമുക്ക് എല്ലാ ആമേൻ സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേൻ. സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാ സഭകളെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. സഭകളുടെ ആമേൻ നേതൃത്വം വഹിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും നിറവിലും ഈ ദിവസങ്ങളിൽ ദൈവസഭകളെ നയിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. പലവിധമായ തെറ്റായ പ്രവണതകൾ, ഉപദേശങ്ങളൊക്കെ സഭകളെ കാർന്നു തിന്നുമ്പോൾ, ആമേൻ ആത്മീകമായ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ വചനത്തിന്റെ ആഴത്തിൽ ആമേൻ ദൈവസഭകളെ നയിക്കുവാൻ ദൈവദാസന്മാരെ കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ലീഡേഴ്സിനായി, ഓരോ ലോക്കൽ സഭയുടെയും പാസ്റ്റേഴ്സിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. എല്ലാ സഭകളിലെയും ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും ആമേൻ വിശ്വാസത്തിൽ ഉറച്ച് നിലനിൽക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതിനാൽ എല്ലാവരും അതിനുവേണ്ടി വളരെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ലോകമോഹങ്ങൾ ആമേൻ ദൈവസഭകളെ തൊടാതെ, ദൈവമക്കളെ തൊടാതെ കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കാം. വിവിധ മാധ്യമങ്ങളിൽ കൂടെ, വിവിധ രീതികളിൽ കർത്താവിന്റെ വചനം അറിയിച്ചു കൊണ്ടിരിക്കുന്ന, കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. ട്രാക്റ്റുകൾ കൊടുക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. കൺവെൻഷൻ നടത്തുന്നവർക്കായി പ്രാർത്ഥിക്കാം. പരസ്യം നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. TV-യിൽ കൂടെ, അതുപോലെ വിവിധ സോഷ്യൽ മീഡിയയിൽ കൂടെ
വിവിധ പത്രമാധ്യമങ്ങളിൽ കൂടെ ജയിൽ മിനിസ്ട്രി ആയിട്ടൊക്കെ വിവിധ രീതികളിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, സഹോദരന്മാരെ കർത്താവ് സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ പ്രയാസങ്ങൾ നിമിത്തമോ ശാരീരികമായ ക്ഷീണങ്ങൾ നിമിത്തമോ കർത്താവിന്റെ വേല മുടങ്ങിപ്പോകുവാൻ ഇടവരാതെ ആമേൻ കർത്താവ് തന്റെ ദാസന്മാരെ, ദൈവദാസിമാരെ കർത്താവ് ശക്തമായി ഉപയോഗിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ നമുക്കറിയാം, പലയിടത്തും ദൈവദാസന്മാർ, ദൈവമക്കൾ ഉപദ്രവിക്കപ്പെടുന്നു, കള്ളക്കേസുകളിൽ കുടുക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും ആരാധനാലയങ്ങൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ്. ആമേൻ വളരെയധികം പ്രാർത്ഥനയോടെ ആമേൻ ഹല്ലേലൂയ ആമേൻ സാമ്പത്തികമായി ചെലവഴിച്ചൊക്കെ പണിയപ്പെടുന്ന ആരാധനാലയങ്ങൾ തകർക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അതിനൊക്കെ ദൈവമായ കർത്താവ് പരിഹാരം വരുത്തേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവമക്കൾ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ വിശേഷമായ കരുതല്, കാവല് ആമേൻ എല്ലാ വിഷയങ്ങളിലും വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. സ്തോത്രം. ട്രാൻസ്ലേഷൻ മിനിസ്റ്റർ ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കാം. ഇനിയും കർത്താവിന്റെ വചനം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഭാഷകളിൽ ദൈവത്തിന്റെ വചനം എത്തിക്കുവാൻ തന്റെ ദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും, എല്ലാ വ്യത്യസ്തമായ മിനിസ്ട്രികളെയും, എല്ലാ സഭകളെയും, ദൈവദാസന്മാരെ, ദൈവമക്കളെ വഹിച്ചുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ ഈശ്വരയ്ക്ക് പിതാവേ, കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിൽ നടക്കുന്ന എല്ലാ കർത്താവേ വേർപെട്ട സഭകളെയും കർത്താവേ പ്രവർത്തനങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവേ. ദൈവമേ കർത്താവേ, ഇവിടുത്തെ വേലയ്ക്ക് വേണ്ടി കർത്താവെ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെയും കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവെ. ദൈവമേ, അവിടുത്തെ നാമത്തിന് വേണ്ടി ഇതുമായി പ്രവർത്തിപ്പാൻ കർത്താവിന്റെ ദാസന്മാരെ കുടുംബമായി അവിടുന്ന് കരങ്ങൾ ഉപയോഗിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്വാതന്ത്ര്യമില്ലാത്ത കർത്താവെ രാജ്യങ്ങളിൽ കർത്താവെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സഭ അവിടുത്തെ വകയാണ് കർത്താവെ, ആത്മാക്കൾ അവിടുത്തെ വകയാണല്ലോ, ദൈവദാസന്മാർ അവിടുത്തെ വകയാണല്ലോ. പ്രജാ അവിടുന്ന് തന്നെ അവിടുന്ന് കർത്താവെ നിയന്ത്രിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളൊക്കെയും കർത്താവെ സ്വാതന്ത്ര്യത്തോടെ അവിടുത്തെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവമേ സ്വാതന്ത്ര്യത്തെ അവിടുന്ന് നൽകുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ, വടക്കേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും കർത്താവെ സുവിശേഷ വിരോധികൾ കർത്താവെ ദൈവമേ വളരെയധികം എതിർപ്പുകള് കർത്താവെ ദേവദാസന്മാർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നുവല്ലോ കർത്താവെ. വിഷയത്തിന്മേൽ അവിടുന്ന് പ്രവർത്തിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ കർത്താവെ സുവിശേഷം ദൈവമേ പ്രവർത്തിക്കുന്ന കർത്താവെ ദൈവമേ പ്രവർത്തന മേഖലകളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ മാസികകളിലൂടെ, പത്രങ്ങളിലൂടെ കർത്താവെ, ടെലിവിഷനിലൂടെയൊക്കെയും കർത്താവെ ജയിലറകളിലായി, സ്കൂളുകളിലായി, വിവിധ മാധ്യമങ്ങളിൽ കൂടി കർത്താവെ ദൈവമേ പ്രവർത്തിക്കുന്ന കർത്താവെ പ്രവർത്തനങ്ങളെല്ലാം അവിടുന്ന് ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ വേല വിശാലപ്പെടുവാൻ, ഏകാത്മാക്കളാദായമാകുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദുരുപദേശകരാകുന്ന സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ, അവരെ സത്യോപദേശത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ കർത്താവെ, സുവിശേഷത്തിനെതിരായി കർത്താവെ പ്രവർത്തിക്കുന്ന കർത്താവെ സംഘടനകളെ കർത്താവെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമാറാണ് പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ ഒരു സാഹചര്യത്തെ അവിടെ നൽകണമേ. കല്ലുപോലെയുള്ള ഹൃദയങ്ങളെ മെഴുകുപോലെ അവിടുന്ന് ഒരുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വിരോധികളെ സുവിശേഷ സ്നേഹികളാക്കി അവിടുന്ന് തീർക്കണമേ. നരഭോജികളെ നരസ്നേഹികളാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ വേല വിശാലപ്പെടുവാൻ ഇടയാക്കണമേ കർത്താവെ. ദൈവത്തിന്റെ ദാസന്മാർ പലരും കർത്താവെ സ്ഥലമാറ്റുള്ള ബന്ധത്തില് കർത്താവെ ആയിരിക്കുന്നുവല്ലോ കർത്താവെ. ദൈവമേ കർത്താവെ അനുകൂലമായ സാഹചര്യങ്ങളെയൊക്കെ അവിടെ നൽകുമാറാണമേ. തക്കയോഗ്യമായ സഭകളെ കർത്താവെ ദൈവമേ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവിന്റെ ദാസന്മാരെ അവിടുന്ന് കരങ്ങളിൽ ഉപയോഗിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുത്തെ വരവ് ഏറ്റവും അടുസന്നമായിരിക്കുന്ന ആളുകളിൽ ഉണർത്തും പ്രാർത്ഥിച്ചു അവിടുത്തെ വരവിന് വേണ്ടി ഒരു കാത്തിരിപ്പാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥന യാതനയും കേട്ടിരിക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാണമേ. ആമേൻ.
കർത്താവ് പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. സ്തോത്രം സ്തോത്രം. വിവാഹപ്രായമായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേന്മായ വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ആമേൻ വിവാഹം കഴിക്കുവാൻ കഴിയാതെ കുടുംബത്തിലായിരിക്കുന്ന ധാരാളം സഹോദരന്മാരുണ്ട്. നമ്മൾ പലരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുന്നവരാണ്, വായിക്കുന്നവരാണ്. ദൈവമായ കർത്താവ് ദിവസങ്ങളിൽ ആമേൻ നമ്മുടെ വാത്സല്യ സഹോദരന്മാർക്ക് ആമേൻ തക്ക തുണകളെ ഒരുക്കി കൊടുക്കേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. അതുപോലെ ആമേൻ പല സഹോദരന്മാർ വിവാഹം കഴിഞ്ഞ് ഏറിയ വർഷങ്ങളായിട്ടും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നു. സർവശക്തനായ ദൈവം അവർക്ക് വേണ്ടി ആമേൻ ഗുണമില്ലാത്ത തലമുറകളെ ദാനമായി നൽകി അവരനുഗ്രഹിക്കേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. പല വിശ്വാസ കുടുംബങ്ങൾ പോലും ഡിവോഴ്സിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഹല്ലേലൂയ. യാതൊരു വിധത്തിലും അത് അനുവദിക്കുന്നില്ല എന്നിരിക്കലും ഇത് വളരെ വല്ലാതെ വർദ്ധിക്കുന്നു. ലോകജാതികൾക്കിടയിലും ഇത് ശക്തമായി വർദ്ധിക്കുന്നതായി കാണാനായി കഴിയുന്നു. കുടുംബ ബന്ധങ്ങൾ വേർപെട്ടു പോകുന്നു. പിശാച് കുടുംബങ്ങളെ അകറ്റിക്കളയുന്ന, ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിക്കുന്ന, കുഞ്ഞുങ്ങൾ അനാഥമായി തീരുന്ന സാഹചര്യങ്ങൾ പലയിടത്തും കണ്ടുവരികയാണ്. ഈ ദിവസങ്ങൾ സർവശക്തനായ ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവഭയം കൊടുക്കുവാൻ, ദൈവിക പരിജ്ഞാനം കൊടുക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുടുംബ കലഹങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ കർത്താവ് രക്ഷിക്കുവാൻ, സഹോദരന്മാരെ വിശേഷാൽ രക്ഷിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഗ്രൂപ്പുകളിലുമൊക്കെയായി ധാരാളം പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, രോഗത്താൽ ഭാരപ്പെടുന്ന പലരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ക്യാൻസർ രോഗത്താലും അതുപോലെ മറ്റ് പലവിധമായ ശാരീരിക ക്ലേശത്താൽ ഭാരപ്പെടുന്ന, വളരെ അത്യാസന്ന നിലയിലായിരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുടെ വാർത്തകൾ നമ്മൾ അനുദിനം വായിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം വാത്സല്യം പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലർക്കും ചികിത്സയ്ക്ക് വേണ്ടത്ര സാമ്പത്തികമില്ല, പലരെയും സഹായിക്കുവാനില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. പ്രായഭേദമന്യേ വലിയ രോഗദുഃഖങ്ങളിൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർ, ദൈവമക്കൾ, ദൈവദാസന്മാരൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പലവിധമായ ശാരീരിക പ്രയാസങ്ങളവരായിരിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ അവരെ അത്ഭുതകരമായി സൗഖ്യമാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശേഷാൽ വിശ്വാസത്തോട് നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ സഹോദരന്മാരെയും ദൈവമക്കളെയും കർത്താവ് സൗഖ്യമാക്കേണ്ടതിനു വേണ്ടി അവർ സൗഖ്യം പ്രാപിച്ച് കർത്താവിന്റെ നാമത്തിൽ ദേശത്ത് അത്ഭുതകരമായ ശുശ്രൂഷകൾ ചെയ്യേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുപോലെ ഒരു വിഷയം കൂടെ പറയുവാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് നമ്മുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പലയിടത്തും പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. വിശേഷാൽ നമ്മുടെ കേരളത്തിലെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മദ്യപാന നിമിത്തം, മയക്കുമരുന്ന് നിമിത്തം വല്ലാതെ ഭ്രാന്തമായ അവസ്ഥയിൽ നമ്മുടെ യുവ സഹോദരങ്ങൾ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യം. അവർക്ക് മാതാപിതാക്കന്മാരെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല, ദൈവഭയമില്ല, എങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കണം അവർക്ക് അറിയത്തില്ല. വല്ലാതെ ബോധമില്ലാത്തവരെ പോലെ അവരെ ആക്കി തീർക്കുന്ന ആ മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് കർത്താവ് തന്റെ മക്കൾക്ക് പൂർണ്ണമായ സമാധാനം നൽകുവാൻ വിടുതൽ നൽകേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഈ മദ്യപാനവും മയക്കുമരുന്ന് നിമിത്തം എന്തെല്ലാം പ്രയാസങ്ങൾ ദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്നതും മദ്യപാനവും മയക്കുമരുന്നുമാണ്. ഈ ദിവസങ്ങളിൽ അതിന്റെ പിടിയിൽ നിന്ന് നമ്മുടെ പ്രിയ സഹോദരിമാർ വിടുവിക്കപ്പെടേണ്ടതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്തരം തെറ്റായ പ്രവണതകൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്ന ബിസിനസ്സുകാരെ കർത്താവ് നിയന്ത്രിക്കുവാൻ, അവർക്ക് ദൈവഭയമുണ്ടാകുവാൻ, അവര് മനസാന്തരപ്പെടേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരെ നിയന്ത്രിക്കുവാൻ പലപ്പോഴും സർക്കാരിനോ പോലീസിനോ പോലും കഴിയാത്ത സാഹചര്യങ്ങളാണ്. പക്ഷേ സർവശക്തനായ ദൈവത്തിന് അത് സാധ്യമായി തീരും. അതുകൊണ്ട് നമുക്ക് ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്യാം. വിവാഹപ്രായത്തിന് ആയിരിക്കുന്ന സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കുടുംബ കലഹങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായി
ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം, യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് ഒരാൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. പേര് പറയപ്പെട്ട വിഷയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരി സഹോദരന്മാരെ എല്ലാം അനുഗ്രഹിക്കണേ. ദൈവഭയം അവരുടെ ഉള്ളിൽ നൽകണേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർക്ക് തക്കതായ തുണകളെ അവിടുന്ന് ഒരുക്കണേ. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ദൈവമേ, തലമുറയെ നൽകണമേ. കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡൈവേഴ്സ് മുഖാന്തരം കർത്താവേ അനേക കുടുംബങ്ങൾ കർത്താവേ ഹല്ലേലൂയ ഭാരത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണേ. അവർക്കൊക്കെ ഒരു രൂപാന്തരത്തെ നൽകണേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ അനുഗ്രഹിക്കണേ. കർത്താവേ, സുവിശേഷത്തിന് അനുകൂലമായൊരു ഭരണം നടപ്പാനുള്ള കൃപ നൽകണേ. കർത്താവേ, കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു കേരളത്തെ അനുഗ്രഹിക്കണേ. മദ്യപാനത്തിലും മയക്കുമരുന്നിനാലും കർത്താവേ ഭാരപ്പെടുന്ന വ്യക്തികളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണേ. ഓരോരുത്തരുടെ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രാർത്ഥനാ കുടുംബത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശേഷാൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൻ ഡാനിയലിനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകളെയും തന്റെ സഭയെയും എല്ലാം കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. വിശേഷം നാം എല്ലാവരും അറിയുന്നത് പോലെ കർത്താവിന്റെ ദാസയും ആമേൻ ശാരീരികമായ പ്രയാസം നിമിത്തം ആമേൻ ഭവനത്തിൽ വിശ്രമത്തിലായിരിക്കുന്നുവല്ലോ. കർത്താവ് എത്രയും പെട്ടെന്ന് കർത്താവിന്റെ ദാസിയെ സൗഖ്യമാക്കേണ്ടതിനു വേണ്ടി ആമേൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഡോക്ടേഴ്സ് സമയത്തിന്റെ റെസ്റ്റൊക്കെ ആമേൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് മുൻപ് തന്നെ ആമേൻ ഹല്ലേലൂയ ആമേൻ കാലുകൾ നിലത്തൂന്നി ശക്തിയോടെ കർത്താവിനെ കൊണ്ട് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസിയെ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ ദാസങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ സഹായമായി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രാർത്ഥന എല്ലാ രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും ഓരോ ചാപ്റ്റേഴ്സിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, സഹോദരങ്ങളെ എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ദൈവദാസ ഈ പ്രാർത്ഥന കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. ആമേൻ. എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ കൂടുതൽ വിശാലതയിലേക്ക് കർത്താവ് നയിക്കേണ്ടതിനായി ആമേൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശേഷാൽ ഈ പ്രഭാത പ്രാർത്ഥന ഏറിയ ദിവസങ്ങളായി മാസങ്ങളായി മുടക്കം കൂടാതെ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ആമേൻ. ഈ ശനിയാഴ്ചയാകുമ്പോൾ ആമേൻ 100 ദിവസം ചെയ്യുകയാണ്. അന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് കർത്താവിന്റെ ദാസൻ ക്രമീകരിച്ചിരിക്കുന്നു. ആ മീറ്റിങ്ങിനെ ഓർത്തും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥനാ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്തുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ കുടുംബത്തെ വിശേഷ പാസ്റ്റർ ബെൻസൻ ഡാനിയലിന്റെ കുടുംബം സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കരുണാസമ്പന്ന നിത്യനും പരിശുദ്ധനുമായിരിക്കും ഞങ്ങളുടെ നല്ല യേശു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ആമേ കർത്താവേ, ഈ പ്രഭാതത്തിലും കർത്താവേ നാഥ ഞങ്ങൾക്ക് അപ്പന്റെ തിരുമുത്തേക്ക് നോക്കുവാന്, അപ്പന്റെ സന്നിധിയോട് ഓടിയെടുക്കുവാന് അപ്പനെ നാഥ ഞങ്ങളെ തിരുമേനി സഹായിച്ചോടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും കർത്താവേ നാഥ ഞങ്ങൾ ഈ പ്രാർത്ഥനാ ധ്വനി ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ച ദൈവമേ നാഥ ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ചാപ്റ്റേഴ്സ് ഏതെല്ലാം രാജ്യങ്ങളിലുണ്ടോ
ആമേ കർത്താവ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവോട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേ കർത്താവേ നാഥ ഹല്ലേലൂയ. ഇത് മൂലം കർത്താവ് അനേകർ കർത്താവ് ക്രിസ്തുവിലേക്ക് അധികമായിട്ട് ആദായപ്പെടേണ്ടതിന്, ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് ഗ്രഹിക്കേണ്ടതിന്, നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെടേണ്ടതിന് അതിനെ തിരുമേനി സഹായിച്ചോടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അതിനെ പ്രാർത്ഥനാധ്വനിക്കൽ ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ ചെയർമാനായിരിക്കുന്ന പ്രിയ പാസ്റ്റർ ബെൻസൺ ദാനിയേലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ പിതാവേ, അതിന്റെ മകന്റെ ഉള്ളിൽ അങ്ങ് കൊടുത്തിരിക്കുന്ന ഈ ആത്മീക താല്പര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആമേ കർത്താവ് വീണ്ടും ശക്തിയോടെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകണമേ. ആമേ കർത്താവേ, അത് ആവശ്യമായിരിക്കുന്ന ദൈവിക ആലോചനകളെ കർത്താവ് ഇവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ നാഥ ഹല്ലേലൂയ. പ്രിയ ശുശ്രൂഷക്കായി സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. ദാസിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കർത്താവേ അങ്ങ് ഇവിടുന്ന് അറിയുന്നു. എങ്കിലും കർത്താവേ നാഥ ഹല്ലേലൂയ, ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സർവശക്തന്റെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ആമേ ഡോക്ടർമാരിട്ടിരിക്കുന്ന കാലാവധി അല്ല ആമേ കർത്താവ്, അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവേ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വെളിപ്പെടട്ടെ. നിന്റെ മകൾ കർത്താവെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കട്ടെ. ആവശ്യത്തോടെ സമാധാനത്തോടെ വീണ്ടും കർത്താവിന് വേണ്ടി ഓടട്ടെ. അനേകം ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കട്ടെ. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തട്ടെ. അതിനായിട്ട് കർത്താവിന്റെ ദാസിയെ കർത്താവ് തിരുവനന്തപുരത്ത് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് അധികമായ ഹല്ലേലൂയ ദൈവകൃപ പകർന്നു കൊടുത്ത് ആമേ കർത്താവ് ആത്മനിറവിനാൽ കർത്താവ് ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ കൊടുത്ത് പിന്നെയും കർത്താവ് മാനിക്കുമാറാകണം. ഈ ദിവസങ്ങളിൽ കർത്താവ് നാഥ ഹല്ലേലൂയ വീണ്ടും അപ്പ ലേഡീസ് ഫെലോഷിപ്പ് ലീഡ് ചെയ്യുവാന് കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവ്. അപ്പ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. അമ്മേതിന്റെ മകളെ കർത്താവ് ഞങ്ങൾ പിന്നെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അപ്പനാഥ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യട്ടെ. അമ്മ രണ്ട് മക്കളെ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി എല്ലാം കർത്താവ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. സ്വർഗീയ പിതാവേ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കൊടുത്തിരിക്കുന്ന ആത്മീക താല്പര്യത്തിനായി സ്തോത്രം ചെയ്യട്ടെ കർത്താവ്. അവരും കർത്താവ് അതിൽ വർധന പ്രാപിക്കുവാന് വളരുവാന് ഹല്ലേലൂയ എന്റെ കർത്താവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പാസ്റ്ററേയും കുടുംബത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ നാഥ നിനക്ക് സ്തുതി സ്തോത്രം ചെയ്യുന്നു. അവൻ പ്രത്യേകിച്ച് കർത്താവെ പ്രാർത്ഥനയുടെ തണലിൽ എന്ന ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനായി സ്തോത്രം ചെയ്യുന്നു. അമ്മേ കർത്താവേ നാഥ ഈ സാറ്റർഡേ കർത്താവേ അമ്മേ കർത്താവേ നാഥ ഈ മീറ്റിംഗ് ആരംഭിച്ചിട്ട് 100 ദിവസമാകുന്നു. പരിശുദ്ധ പിതാവേ അന്നത്തെ സ്പെഷ്യൽ മീറ്റിങ്ങിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ആമേ സ്വർഗീയ പിതാവേ നാഥ ഇത് തുടങ്ങിയത് മുതൽ ഇന്ന് വരെയും കർത്താവ് എത്രയോ വിഷയങ്ങൾ കർത്താവ് മറുപടികളെ പകർന്നു വന്നു. ആമേ കർത്താവേ നാഥ ഇതിൽ എത്രയോ പേര് കർത്താവ് പങ്കുകൂടുന്നു. സ്വർഗീയ പിതാവേ നാഥ ഞങ്ങൾ ഈ ഹല്ലേലൂയ ഇതിൽ ഹല്ലേലൂയ പങ്കുകൂടുന്ന എല്ലാ മക്കളെയും ആമേ കർത്താവ് ലീഡ് ചെയ്യുന്നവരെ, ആമേ കർത്താവ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ, ആമേ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ആമേ രാവിലെ സമയത്ത് കർത്താവ് അപ്പ ഞങ്ങൾക്ക് ഓരോരുത്തരും കർത്താവ് അനുഗ്രഹത്തോടെ ആമേക്കത്ത് ഓരോ പുതിയ ദിവസത്തിലേക്ക് കടക്കുവാന് ആമേ കർത്താവ് ഒരുക്കി തന്ന ഈ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ തണലിലെന്ന ആമേക്കത്തെ ഗ്രൂപ്പിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ കർത്താവ്. ആമേ സ്വർഗീയ പിതാവേ സാറ്റർഡേ സ്പെഷ്യൽ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. നല്ല യേശു കർത്താവേ നാഥ പ്രാർത്ഥനകളെ യാചനകളെ കർത്താവ് കൈക്കൊണ്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ. യാചന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഇപ്പോൾ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രാർത്ഥന വിഷയം മകൻ മനു തോമസ്. അവൻ ഇന്നലെ ഹെഡ് ഓഫീസിലോട്ട് വിളിച്ചാൽ പറയുന്നു മേളിൽ നിന്ന് ഇതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൻ പറഞ്ഞു എന്റെ ഇവിടെ എല്ലാവർക്കും വിസ അടിച്ചു കൊടുത്തു, എനിക്ക് മാത്രം എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നത് നിന്റെ അബുദാബി വിസ ആയോണ്ടാ, അതുകൊണ്ടാണ് നിനക്കത് പ്രയാസം വരുന്നതെന്ന് പറയുന്നു. പക്ഷെ എങ്കിലും ഞങ്ങൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മോൻ പറഞ്ഞു എനിക്ക് ഒരു ഹോപ്പും ഇല്ല അമ്മേ. ഇപ്പൊ ഇനി ഇത്രയും നാള് ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു, ഇപ്പൊ ഇവിടെ നോക്കുമ്പോ ഒന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് അവരെന്നെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റിൽ ആളില്ലെന്നും പറഞ്ഞ് പിന്നെ ഓഫീസിൽ ഇരുത്തുകയായിരുന്നു. ഇന്ന് അവർ ഓഫീസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പറയാം എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതി അമ്മ, എനിക്ക് ഇവിടുത്തെ ജോലി ഒന്നും വേണ്ട, എനിക്ക് നാട്ടിൽ വന്ന് ഞാൻ എന്തുവേലും ചെയ്തോളാം എന്നാ പറയുന്നത്.
പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി കാണണം. കുഞ്ഞിന് വേണ്ടി എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. സഹോദരന്റെ വിവാഹമാണ് ഈ മാസം 16-ാം തീയതി എൻഗേജ്മെന്റ്, അടുത്ത ആഴ്ച. അതിന്റെ പിന്നത്തെ ആഴ്ച 23-ാം തീയതി വിവാഹമാണ്. ഒരു മോനെ, ഒരു സഹോദരനെ ഉള്ളവർക്ക്. എന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞ് വരാനായിട്ട് ഇനി അവൻ പറഞ്ഞ അമ്മ എന്നെ പ്രതീക്ഷിക്കേ വേണ്ടാന്ന്. പക്ഷെ ഞങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കും, ദൈവം നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ വിഷമത്തോടുകൂടി ഇരിക്കുക കുഞ്ഞിന്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അവനുണ്ടായിരുന്ന ജോലി, ആദ്യം ഒരു നല്ല ഒരു ജോലി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവന് പഠിച്ച ജോലി കിട്ടിയപ്പോൾ അതാണ് ഇന്റർവ്യൂ എടുത്ത് അവിടെ ചെന്നു. എല്ലാ അനുഗ്രഹമാണ്, സാലറി ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നല്ല അക്കോമഡേഷനും ഉണ്ട്. ഇവന് കിട്ടുന്നില്ല, വിസ കിട്ടുന്നില്ല. 6 മാസമായി. കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. 6 മാസത്തെ ഫൈനൊക്കെ കൊടുക്കേണ്ടി വരും. അതെല്ലാം കമ്മിറ്റിയാ ചെയ്യേണ്ടത്. ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. പ്രത്യേകമായി പ്രാർത്ഥിക്കണം മനു തോമസിന്. മനുഷ്യേ, ഒന്നുമില്ലായ്മയും കർത്താവിന് സകലത്തെ ഉളവാക്കാൻ കഴിയുന്ന ദൈവത്തിൽ കടന്നു വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രിയ പൈതലിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുമിച്ച് ചേർന്ന് എല്ലാവരും ചേർന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ജീവിക്കുന്നുണ്ട്. എന്നും ഈ അനിശ്ചിത വിഷയം ഓർത്ത് ദൈവസഭയെ കരയുന്നുണ്ട്. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഈ രാവിലത്തെ പ്രയറിന്റെ തണലിൽ എന്ന് ഈ സഹോദരി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പസമയം സൂചിച്ചാട്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു വാക്കുകൊണ്ട് സകലത്തെ ശിക്ഷ ചെയ്യും. ഇല്ലായ്മയിൽ വിളിച്ചു പറ്റിയ ദൈവം ജീവിക്കുന്ന ദൈവം കർത്താവേ, ഞങ്ങൾ പ്രിയപൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കർത്താവെ, പ്രിയപൈതലിന്റെ വിഷയത്തിൽ ഇന്ന് രാവിലെ ഓഫീസിൽ നല്ലൊരു വൈകിട്ട് തുറക്കണം കർത്താവ്. ഒന്നുമില്ലെന്ന് പറയുന്നിടത്തുണ്ടാകുന്ന കർത്താവ്, ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവം. ഈ പകൽക്കാലം ഞങ്ങൾ ഈ രാവിലെ അധികാലത്ത് കർത്താവിന്റെ മുഖത്തേക്കുന്നു. ഞങ്ങളെ ലജ്ജിപ്പിക്കില്ല കർത്താവ്. പ്രിയപൈതൽ കടന്നു വന്ന് സഹോദരിയുടെ വിഷയത്തിൽ കർത്താവെ വിവാഹത്തിലൊക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോകാനുള്ള വഴികൾ തുറക്കണം കർത്താവിന് ചെയ്തേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവും ചെയ്തതിനായ സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുശിഷ്ട കടന്ന് വിശ്വസിച്ചോ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കും. ഓക്കെ, നമ്മുടെ ദൈവം ജീവിക്കുന്നതും ഒരു വാക്കിന് സകലത്തെ ഉളവാക്കാൻ കഴിയുമുള്ള ദൈവം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കും. സ്തോത്രം ചെയ്തു. മോൻ വരുന്നെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അത് നമ്മുടെ പറയാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. എൻ്റെ മൂത്തമ്മാൻ അവിടെ ഓസ്ട്രേലിയയിലായിരിക്കുന്നവര് ഒരു അക്കോമഡേഷന്റെ വിഷയങ്ങളാണ്. അക്കോമഡേഷൻ കൊടുത്തിട്ട് 6 months അവർ അക്കോമഡേഷൻ കൊടുക്കുന്നത്. ഇപ്പൊ അതിന് മുമ്പായിട്ട് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, ഫർണിഷിംഗ് എല്ലാം ചെയ്തു. കുഞ്ഞുങ്ങളെ അതനുസരിച്ച് സ്കൂളിൽ വിട്ടു. എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് അക്കോമഡേഷൻ മാറ്റി കൊടുക്കണം. 6 monthsനുള്ളിൽ തന്നെ കൊടുക്കണം. അത് അവരുടെ ഓണർക്ക് വന്ന് താമസിക്കാനാണ് പറഞ്ഞത്. വല്ലാത്ത കാര്യത്തിലായിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ പ്രകാരം ഒരു വ്യത്യാസമാനമായിരുന്നു. ദൈവത്തെ പ്രകാരം വിടുതൽ അതിന് നൽകേണ്ടതിന് വേണ്ടി മക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. സ്തോത്രം. എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് കേട്ടോ. എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. എന്റെ മോള് ക്യാരിങ് അവിടെ 2 പ്രാവശ്യം ഒരു മിസ്ഗൈഡൻസ് ഉണ്ടായി. 3-ാമത്തെ 4 മാസമായി. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങൾ വലിയ പ്രയാസമുണ്ട്. എന്നാൽ ഞങ്ങളുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവങ്ങളെല്ലാവരും ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണേ കേട്ടോ. തീർച്ചയായിട്ടും. മോടെ പേരെന്താ വെച്ചാൽ? ഗ്രേസ് എന്നാ. ഗ്രേസ്. ഈ ഓസ്ട്രേലിയയിലെ പ്രിയ സഹോദരന്റെ പേരെന്താ പറയാമോ? പ്രവീൺ. അനുവാന്റിയുടെ മകന്റെ പേരെന്താ? പ്രവീൺ മാത്യു. അനുവാന്റിയുടെ മകന്റെ പേരെന്താ? വിഷയത്തിൽ ഭാരപ്പെടുന്നു. നമുക്ക് ആവശ്യത്തിനോട് പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യാൻ വിഷയങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ സമയം കർത്താവിന്റെ സന്നിധിയിൽ അനവധി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ആമേൻ. വീണ്ടും പറയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ വളരെ ഭാരത്തോടെ തന്റെ മക്കൾ
നമ്മുടെ അടുക്കൽ ഈ വിഷയങ്ങളെ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം കണ്ണുനീര് കാണുമ്പോൾ മറികടന്നു പോകാത്ത സർവശക്തനായ ദൈവം, നിലവിളി കേൾക്കുന്ന ദൈവം, ഉത്തരം നൽകുന്ന ദൈവം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നതിന് ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്തനെ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ തൃക്കരത്തിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരൻ പ്രവീണിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ മക്കൾ കർത്താവ് പലവിധമായ വിഷയങ്ങളിൽ ഭാരത്തോടെ ഓസ്ട്രേലിയയിലായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അക്കോമഡേഷൻ സംബന്ധമായ വിഷയങ്ങളിൽ സർവശക്തനായ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ചിന്തിക്കാത്ത വിധത്തിൽ നനയ്ക്കാത്ത നേരത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്ന് രാവിലെ സമയം വാത്സല്യ സഹോദരനും കുടുംബത്തിനു വേണ്ടി വലിയവ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അത്ഭുതത്തിന്റെ സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയ തോമസ് അങ്ങയുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശാരീരികമായ ബലഹീനതയിലായിരിക്കുന്നു. സർവശക്തനായ ദൈവം തന്റെ ദാസിയെ സൂക്ഷിക്കേണ്ടതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദുഷ്ടശക്തികൾ തൊടുവാൻ ദൈവം സമ്മതിക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പലപ്പോഴും പലവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇന്ന് രാവിലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ മകളെ ദൈവമായ കർത്താവ് വിശേഷമായ കൃപയിലും കരുണയിലും പൊതിഞ്ഞ് സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഊനമില്ലാത്തൊരു തലമുറയെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത്ഭുതത്തിന്റെ സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൻ മനുവിന് വേണ്ടി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ മകന് വേണ്ടി ദൈവം പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു നാഥ. ഇന്ന് രാവിലെ സമയം ഈ ഗ്രൂപ്പിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായി അവരുടെ എല്ലാ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവം കേൾപ്പിക്കുവാൻ പോകുന്ന വചനത്തിനായി സ്തോത്രം. എല്ലാ വിഷയങ്ങളും തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുന്നതിന് നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുടെ സമയങ്ങൾ ലീഡ് ചെയ്ത ഹല്ലേലൂയ ടൈറ്റസ് പാസ്റ്ററിനോടുള്ള നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് പകലിൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ചില വചനങ്ങളെ വായിച്ച് ദൈവസന്നിധാനത്തില് ആയിരിക്കാൻ താല്പര്യപ്പെടുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും പലയിടങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി രാവിലെ പോകുന്നവരാണ്. പോകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഒരുങ്ങി തയ്യാറായിട്ടാണെങ്കിൽ, റെഡി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ തയ്യാറായിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അങ്ങനെ ചെയ്യുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ എപ്പോഴും ചില കാര്യങ്ങളിൽ ഒരുങ്ങിയിരിക്കണമെന്ന് ഹല്ലേലൂയ ദൈവമായ കർത്താവ് ദൈവവചനം നമ്മോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മോട് ഒരുങ്ങിയിരിക്കുവാനായിട്ട്, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെ വേഗത്തിൽ പറഞ്ഞ് ദൈവസന്നിധാനത്തില് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട് തീത്തോസ് 3:1 ഹല്ലേലൂയ വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. തീത്തോസ് 3:1 ഇവിടെ നമുക്ക് കാണുന്നത് പ്രകാരമാണ്: സകല സൽപ്രവൃത്തികൾക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരുങ്ങിയിരിക്കുക എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെ കലഹിക്കാതെയും ശാന്തമായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസ് തീത്തോസിന്റെ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അവരെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുങ്ങിയിരിക്കുക, സകല സൽപ്രവൃത്തികളും ചെയ്യുവാനായിട്ട് ഒരുങ്ങിയിരിക്കുക എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവപൈതൽ എപ്പോഴും ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ്? സൽപ്രവർത്തികൾ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുക.
അവൻ സൽപ്രവർത്തികളെ കുറിച്ച് ബൈബിൾ അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുവാനായിട്ട് എനിക്ക് സമയമില്ല, അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 2 കൊരിന്ത്യർ 9:8 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യം എന്തെന്നാൽ അല്ലെങ്കിൽ സൽപ്രവർത്തികളിൽ പെരുകി വരേണം എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് സൽപ്രവർത്തികളിൽ നമ്മൾ പെരുകി വരുന്നവരായിരിക്കണം. അപ്പോൾ അതുപോലെ കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ സൽപ്രവൃത്തിയിൽ ഫലം കായ്ക്കണമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സൽപ്രവൃത്തിയിൽ ഫലം കായ്ക്കണം. തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സൽപ്രവൃത്തികളെ കൊണ്ട് നമ്മെ തന്നെ അലങ്കരിക്കണം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സൽപ്രവർത്തികൾ ഒരിക്കൽ വെളിവായി വരും. അതായത് പാപം ഒരിക്കൽ വെളിവായി വരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, പാപം എന്ത് ചെയ്യുന്ന മറഞ്ഞിരിക്കുകയില്ല, അത് വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായിത്തീരും. പാപം വെളിപ്പെട്ട് വരുന്നത് പോലെ തന്നെ നമ്മുടെ സൽപ്രവർത്തികളും വെളിവായി വരും എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുവാൻ, നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം അതിപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. 21-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനോട് അഗബോസ് എന്ന ഒരു പ്രവാചകൻ അദ്ദേഹത്തോട് പറയുകയാണ്, എന്താണ്, യെരൂശലേമിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ അവന്റെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് ഒരു പ്രവചനം ഹല്ലേലൂയ അഗബോസ് എന്ന പ്രവാചകൻ പൗലോസിനോട് പറയുകയാണ്. ഇത് കേട്ട അവിടെയുള്ള വിശ്വാസികൾ അവരെ ഇനി യെരൂശലേമിൽ എന്ത് ചെയ്യരുത്, പോകരുത് എന്ന് അവിടെയുള്ള ആളുകൾ പൗലോസിനോട് അപേക്ഷിക്കുന്ന സമയത്ത് പൗലോസ് പറയുന്ന വാക്കുകളാണ് നമ്മളോട് കേൾക്കുവാനായിട്ട് സാധിച്ചത്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്ന പ്രകാരമാണ്, കഷ്ടം സഹിപ്പാനും മരിക്കുവാനും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു ദൈവപൈതൽ എപ്പോഴും കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാനും തന്റെ ജീവൻ കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടി വന്നാൽ അതിനും ഒരുങ്ങിയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുക. അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അതിനും നമ്മൾ എന്ത് ചെയ്യുക, ഒരുങ്ങിയിരിക്കുക എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. പൗലോസ് ഒരിക്കലും ദൈവനോട് നേരത്തെ അറിയിച്ചു, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ പൗലോസ് ഒരിക്കലും ഇനി മേലാ ഞാൻ യെരൂശലേമിലേക്ക് പോവുകയില്ല എന്നൊരു തീരുമാനമല്ല എടുത്തത്. പൗലോസ് പറയുകയാണ്, ഐ ആം റെഡി ടു ബി പെർസിക്യൂട്ടഡ് ഫോർ ക്രൈസ്റ്റ്. ഞാൻ ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ, ഹല്ലേലൂയ, ഉപദ്രവിക്കപ്പെടാനോ കൊല്ലപ്പെടുവാനോ എല്ലാം തയ്യാറാണ് എന്ന് പറയുന്ന ഒരു പൗലോസിന്റെ ഹല്ലേലൂയ മനോവീര്യം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്തതായിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യപ്രകാരമാണ് സുവിശേഷം അറിയിക്കുവാൻ, നമ്മുടെ കർത്താവിന്റെ നിർമ്മല സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാൻ ഇന്നാളുകളിൽ നമ്മൾ ഹല്ലേലൂയ ഏറ്റവും ഒരുങ്ങിയിരിക്കണമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരോട്, നിർമ്മല സുവിശേഷം മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് ഇറ്റ്സ് അവർ റൈറ്റ്, ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. അത് നമ്മുടെ അവകാശമാണ്, അത് നമ്മുടെ ഹല്ലേലൂയ റെസ്പോൺസിബിലിറ്റിയാണ്.
നമ്മൾ പാട്ട് പാടാറുണ്ടല്ലേ, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂത് അറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് എന്ന് പാട്ടുകാരൻ പാടുന്നുണ്ട്. നമ്മളെ പാട്ടുകൾ പാടി ആരാധിക്കുന്നവരാണ്. ദൂതർക്ക് പോലും കർത്താവ് കൊടുക്കാത്ത ആ അവകാശം, ആ ഒരു ഹല്ലേലൂയ ഭാഗ്യം കർത്താവ് നമുക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് സുവിശേഷം അറിയിപ്പാൻ, കർത്താവിനെ കുറിച്ച് പറയുവാൻ നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. ഇനിയും അനേക കാര്യങ്ങൾ ബൈബിളിൽ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു 3 കാര്യം മാത്രം പറഞ്ഞ് ഇന്ന് പകലിൽ സ്തോത്രം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കുക, സൽപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ഒരുങ്ങിയിരിക്കുക. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് സഹിപ്പാൻ ഒരുങ്ങിയിരിക്കുക. സുവിശേഷം അറിയിക്കുവാൻ, കർത്താവിന്റെ നിർമ്മല സുവിശേഷം ഹല്ലേലൂയ അറിയിക്കുവാൻ ഒരുങ്ങിയിരിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ലൂക്കോസ് വിശേഷം 12-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം വായിക്കുന്നില്ല. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനത്തെ നിർത്തുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടു കൂടെ കടന്നു പോകാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബ്രദർ MM സാജു ഫ്രം ഡൽഹി കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാനായിട്ട് ക്ഷണിച്ചോളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, പ്രാർത്ഥനയുടെ തണലിൽ ഈ 97-ാം ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചുവല്ലോ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽ നടന്നതായ ഈ പ്രാർത്ഥനാ മീറ്റിംഗ് പങ്കെടുത്ത ഏവർക്കും അനുഗ്രഹമായി തീർന്നിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നീ സഹായിച്ചുകൊണ്ടിരുന്നുവല്ലോ. വിദേശങ്ങളിലായിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ വിസയുടെ വിഷയം, ജോലിയുടെ വിഷയം, അവരുടെ താമസ സൗകര്യം എല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ സഹായിച്ചില്ല. പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലെല്ലാം അങ്ങയുടെ അദൃശ്യമായ തേജസ്സിന്റെ കാര്യം പ്രവർത്തിച്ചിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നിന്റെ സ്നേഹം, കരുണ അനുഭവിച്ചറിയുവാൻ ഈ മീറ്റിംഗിൽ കൂടെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനേക കുടുംബങ്ങളുടെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചുവല്ലോ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ. എന്റെ ദൈവത്തിന്റെ കാര്യം കുറുതായിട്ടില്ലല്ലോ. ഹല്ലേലൂയ. നീ പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ബലഹീനാവസ്ഥയിലായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ഗ്രേസിനായിട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മകളെ നീ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയുടെ വ്യാപാര ശക്തി ഹല്ലേലൂയ പ്രാർത്ഥിച്ച വിഷയങ്ങളിലെല്ലാം ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ മീറ്റിംഗ് ചേർച്ച ചെയ്യാൻ തക്കവണ്ണം പാസ്റ്റർ എൽദോ കുര്യാക്കോസിനെ സഹായിച്ചതിനായി സ്തുതിക്കുകയാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവദാസൻ മാത്യു വർഗീസിനെ സഹായിച്ചല്ലോ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്റർസെസറി പ്രയർ നടത്തുവാൻ തക്കവണ്ണം പാസ്റ്റർ ടൈറ്റസ് ഫിലിപ്പിനെ സഹായിച്ചുവല്ലോ നാഥ. ഹല്ലേലൂയ. ആമേൻ. അവസാനമായി ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം ഉള്ളതായ ആഹ്വാനത്തോടുകൂടി ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ സഹായിച്ചുവല്ലോ. അതേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ഹല്ലേലൂയ കഷ്ടതയിലും ആമേൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിലും ദീർഘക്ഷമയോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം സഹായിക്കുമാറാകണം. സുവിശേഷത്തിനു വേണ്ടി ചുമൽ കൊടുപ്പാൻ തക്കവണ്ണം സഹായിക്കണം കർത്താവേ. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ സഹായിക്കണം. ദൈവത്തിന് സംസാരിച്ച് അങ്ങയുടെ വൃത്തിനെ അനുഗ്രഹിക്കുമാറാകണമേ. കുടുംബമായി മിനിസ്ട്രി ചെയ്യുന്ന എല്ലാ പ്രവർത്തന മേഖലകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷം ഞങ്ങളുടെ ബെൻസമാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. നിന്റെ മനകുടുംബമായി ബലപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. 100ാമത് മീറ്റിംഗ് ശനിയാഴ്ച നടക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കുടുംബത്തിലും അവരുടെ മിനിസ്ട്രിയിലും പ്രാർത്ഥനയുടെ തണലിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളിലും കാണുവാൻ തക്കവണ്ണം സഹായിക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനെ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ചെയ്യുന്ന കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്താം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം,
വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. ഒന്നു കാണാൻ എനിക്കാശയാ എൻ്റെ സർവാംഗ സുന്ദരനെ, ഒന്നു കാണാൻ എനിക്കാശയാ എൻ്റെ സർവാംഗ സുന്ദരനെ. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം.